ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് ഫാമിലിയിലത്തെ പുതിയൊരു ബൈക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻ്റർസെപ്റ്റർ ഒരു ഓഫ് റോഡ് സ്പെക്കായി എന്നൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? യെസ്, നമ്മുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ എഞ്ചിൻ വെച്ചിട്ടൊരു ഓഫ് റോഡ് ബൈക്ക്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ കഫേ റേസസ് വന്നിട്ടുണ്ട്, ഒരു ഇൻലൈൻ ടു കഫേ റേസസ് അങ്ങനെ വരാറില്ല നമ്മുടെ റോയൽ എൻഫീൽഡ് ഫാമിലിയിൽ. യെസ്, അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ ബെയർ 650. അപ്പോൾ ഈ വണ്ടിനെ പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇന്ന് വെച്ചാൽ ഒരു വാക്ക് റൗണ്ടാണ്, ഒരു കുഞ്ഞൊരു വാക്ക് റൗണ്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞുതരാം. നമുക്ക് ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഇൻ്റർസെപ്റ്റർ ഒന്ന് ഉയർന്നിരിക്കുന്ന പോലെയാണ് നമ്മുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. വണ്ടി ഓഫാക്കിയിടാം. ഓക്കെ, അപ്പോൾ കളറിങ്ങിലാണെങ്കിലും ഡിസൈനിങ്ങിലാണെങ്കിലും ലുക്കിലാണെങ്കിലും പല രീതിയിലാണെങ്കിലും ഭയങ്കര മാറ്റമാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഓൾ ടൈം അല്ലെങ്കിൽ ഓൾ ഇൻ വൺ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വന്നിട്ടുള്ളത്. നമ്മുടെ LED ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഹിമാലയയിൽ കണ്ടുവരുന്ന അതേ ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ അടിക്കാനാണെങ്കിൽ ഒരു കുഞ്ഞൊരു മൺകാട് കൊടുത്തിട്ടുണ്ട്, ഭയങ്കര അത് വൈറ്റ് കളറിൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ ടയറിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഒരു മൾട്ടി പർപ്പസ് ടയറാണ് വന്നിട്ടുള്ളത്, ഫ്രണ്ടും ബാക്കും. ടയറിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 100, 90, 19 വന്നിട്ടുള്ളത്. അതുപോലെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ 140, 80, 17 വീലിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ രണ്ടും നോക്കുകയാണെങ്കിൽ സ്പോക്ക് വീൽസാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചർ നിങ്ങൾ പേടിക്കേണ്ട, 2 ട്യൂബ്ലെസ് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്പോക്ക് വീൽസൊക്കെ വരുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് തോന്നണം അല്ലെങ്കിൽ പേടി ഉണ്ടാവുന്ന കാര്യമാണ് ഈ പഞ്ചർ. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം പേടിക്കേണ്ട. പിന്നെ കളറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതെന്ത് കളർന്ന് ഞാൻ ആലോചിക്കുന്നത്, പക്ഷേ ഭയങ്കര അട്രാക്റ്റീവാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. സീറ്റൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഈ യെല്ലോ കളർ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ സീറ്റിൻ്റെ ഈ കളർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കര രസമുണ്ട് സീറ്റ് കാണാൻ. പിന്നെ ഒട്ടുക്കത്ത സീറ്റായിട്ടെന്ന് വെച്ചാൽ ഒട്ടുക്കത്ത സീറ്റായിട്ടാണ്. 830 mm ആണ് ഇതിൻ്റെ സീറ്റായിരുന്നു പറയുകയാണെങ്കിൽ. കമ്പയറിങ് ടു മീ എനിക്ക് പ്ലാനറ്റ് ഫൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം ഒരു ഡിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പെടും. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും ഞാൻ വീഴാൻ പോയി. എന്ന് വെച്ചാൽ 2 സൈഡും പ്ലാനറ്റ് ഫൂട്ടല്ല, എന്തോ ഭാഗ്യത്തിലാണ് നിന്നത്. വെച്ചാൽ സൈഡ് വ്യൂവിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു കുഞ്ഞൊരു പാനൽ കണ്ട ബെയർ 650 എന്നൊരു ഭയങ്കര ഒരു ഇതാണ്. പിന്നെ എനിക്ക് മനസ്സിലാവണില്ല, ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഫാമിലി മൊത്തം ആനിമൽസിൻ്റെ പേരൊക്കെ വെച്ചിട്ട് കളിക്കുന്നത്. ഗൊറില്ല, ബെയർ, ഇനി അടുത്തത് ആരാണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ലൈറ്റ്. ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഭയങ്കര വലുപ്പമായിട്ട് മൺകട വരെ ചെറുതായ പോലെ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതും വെറുക്കണതൊരു ഈ സാധനമാണ് എന്ന് വെച്ചാൽ ബാക്ക് ലൈറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബുള്ളറ്റ്, ഹണ്ടർ ഇതിനെല്ലാത്തിനും കൂടിയിട്ട് ഒറ്റ ലൈറ്റ്, അതാണ് ഈ ലൈറ്റ്. നമ്മുടെ 650 സൂപ്പർ മിറ്റോറിന് വരെ ഈ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര മോശമാണ്, അതൊന്നും മാറ്റി വെക്കായിരുന്നു. പിന്നെ അതിന് നേരെ അടിയിൽ നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ദ സെയിം. പിന്നെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു റഫ് റിവ്യൂ ആണ് ഇതൊക്കെ. ഒരു അരമണിക്കൂർ ഇൻസ്പെക്ട് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കിടുന്നത്. എഞ്ചിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ 650cc ഇൻലൈൻ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. ഈ എഞ്ചിനെ പറ്റി ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് മലയാളികൾക്ക് അല്ലെങ്കിൽ ബൈക്ക് ഭ്രാന്തന്മാർക്ക് അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ കോണ്ടിനെൻ്റൽ ഭ്രാന്തന്മാർക്ക് ഈ എഞ്ചിനെ പറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഈ എഞ്ചിൻ അത്രയ്ക്കും ഭ്രാന്തമായിട്ട് ഉള്ളി കയറിയ ഒരു എഞ്ചിനാണ് ദ 650cc എഞ്ചിൻ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ട്വിൻ cc എഞ്ചിൻ ഓടിക്കുന്നത് ഈ ഇൻ്റർസെപ്റ്റർ കോണ്ടിനെൻ്റൽ. പിന്നെ ഈ ഒരു എഞ്ചിനിൽ ഇച്ചിരി ഡിഫറൻസ് വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെൻ പൈപ്പാണ്. കണ്ടോ, ഇവിടെ ഒരു ബെൻ പൈപ്പ്. ട്വിൻ സിലിണ്ടറാണ്, ഈ ട്വിൻ നേരെ സിംഗിളിലേക്കാണ് പോയിട്ടുള്ളത്. അത് ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോയിട്ടുള്ളത്. അടുത്ത പരിപാടി അത് ഞാൻ കഴിപ്പിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ് ഫാമിലിയിൽ ടോർക്ക് കൂടുതലാണല്ലോ എല്ലാ വണ്ടികൾക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് 56 Nm ടോർക്കും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 47 bhp പവറും വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും സീറ്റ് ഹൈറ്റ് കാണിക്കാനായിട്ട് മുമ്പ് സീറ്റ് കാണിച്ചു തരാം. ഇതൊരു കഫേ റേസർ മോഡൽ ബൈക്കാണെങ്കിൽ പോലും സീറ്റ് ഹൈറ്റ് ഇത്തിരി ഷോർട്ടറായിട്ട് എനിക്ക് തോന്നി. പിന്നെ 2 ഗ്രാബ് റെയിലൊക്കെ കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വരണം അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ റൈഡ് റിവ്യൂ ഒക്കെ ഞാൻ ഈ അടുത്ത് തന്നെ ചെയ്യാം. ഒന്നുകൊണ്ട് വിചാരിക്കുക, നല്ല ചൂടുണ്ട്, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്. അത് കാരണമാണ് എൻ്റെ ബ്രീത്തിങ് നിങ്ങൾ കേൾക്കുന്നത്.
പിന്നെ മിറേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും വൈബ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഷോറൂമിൽ നിന്ന് ഈ ഒരു സ്പോട്ടിലേക്ക് മാത്രമാണ് ഞാൻ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ വണ്ടിയുടെ സൗണ്ട് ഫീൽ ചെയ്തിട്ടാണ് ഓടിച്ചത്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരാണെങ്കിൽ ഇത് 4-inch TFT ഡിസ്പ്ലേ ആണ് വന്നുള്ളത്. നമ്മുടെ ഹിമാലയനിൽ വന്ന പോലത്തെ അതേ സെയിം TFT ഡിസ്പ്ലേ ആണ് വന്നുള്ളത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കംപ്ലീറ്റ് ക്രോം ട്രീറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇൻ്റർസെപ്റ്ററിൽ വന്ന അതിൻ്റെ ഹാൻഡിൽ ബാസ്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഈ റോയൽ എൻഫീൽഡിൽ കണ്ടുവരുന്ന അതേ സ്വിച്ചസും എല്ലാ സംഭവങ്ങളും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സാണ് വന്നിട്ടുള്ളത്. റോയൽ എൻഫീൽഡിൽ നിന്ന് എഴുതിയിട്ടുള്ള ഒരു ഗ്രിപ്പാണ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ വന്നിട്ട് ട്രിപ്പ് എല്ലാ പരിപാടികളും വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സ്വിച്ചസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐ ബട്ടൺ വന്നിട്ട് അത് ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ്, പാസ്, ഡിമ്മ്, ബ്രൈറ്റ്, ഹോൺ അത്യാവശ്യം ഒരു ക്ലാസി ഹോൺ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ എൻജിക്കൽ സ്വിച്ച്, ഇഗ്നീഷൻ എല്ലാം വന്നിട്ട് പിന്നെ ഹസാർഡ് ഓണായിരുന്നു കേട്ടെ. നമുക്കെന്തായാലും ഇതിൻ്റെ സ്വരം കേൾക്കാം. അമ്പടാ വട്ടന്നെ. എനിക്ക് മുമ്പ് ഇൻ്റർസെപ്റ്ററിലൊക്കെ ഒരു ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലല്ല എക്സോസ്റ്റ്. അപ്പോൾ എൻ്റെ ഷൂവിൻ്റെ അടിഭാഗം ഒരു പ്രാവശ്യം കരിഞ്ഞു പോയായിരുന്നു. എപ്പോഴും എനിക്കൊരു ഓർമ്മയാണ്. ഇപ്പം ഈ കാര്യത്തിലേക്ക് അത് മേടിക്കേണ്ട, ബിക്കോസ് എൻ്റെ ഷൂ കരിയാൻ ഒരു ചാൻസും ഇല്ല. എന്തായാലും നമുക്ക് റഫ് ചെയ്ത് നോക്കാം. നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ പ്രൈസിങ്ങൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് റഫായിട്ടുള്ളൊരു വോക്ക് അറൗണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വണ്ടിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് നോക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കം ടു കുരിയച്ചിറ ടാക്സ് ബൈക്സ്. അവരുടെ ഏത് ടാക്സ് ബൈക്സിലേക്ക് വന്നാൽ മതി. ഫുൾ സപ്പോർട്ടും എല്ലാ പരിപാടിയും അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വേരിയൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 4.46 lakhs ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുൾ പ്രൈസ് പറയുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 4.32 to 4.56 lakh ആണ് ഇതിൻ്റെ ഫുൾ ഓൺ റോഡ് പ്രൈസ് നമ്മുടെ കേരളത്തിൽ വരുന്നത്. അപ്പോൾ എനിക്ക് പ്രൈസ് ആയിട്ട് ചെറിയ രീതിയിൽ ഓവർ പ്രൈസ്ഡ് ആണോ എന്നൊരു സംശയമുണ്ട്. ബിക്കോസ് ഒരു അറൗണ്ട് 5 lakhs അടുത്തൊക്കെ ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് എന്ന് പറയുകയാണെങ്കിൽ, പക്ഷെ അതിനുള്ളൊരു മുതലാണ് ഇത് എന്ന് വെച്ചാൽ ടോർക്ക് എന്ന് പറയുന്നത് അന്യായ ടോർക്കാണ്. പിന്നെ ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കാത്ത കാരണത്താലും എനിക്ക് ഫുൾ സജഷൻ എനിക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞത് ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് തോന്നും അതൊരു ഓവർ പ്രൈസ്ഡ് ആണ്. ഇപ്പോൾ ഒരു എന്നിട്ട് പറയുക, ടിപ്പിക്കൽ മലയാളി വിചാരിക്കും ഒരു 4 ലക്ഷം അല്ലെങ്കിൽ 4.5 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു ബെൻലി എടുക്കാം, ഒരു എന്നിട്ട് പറയുക ഹാർലി എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ടീമുകളാണ് നമ്മൾ. അപ്പോൾ ആസ് നമ്മളൊരു മലയാളിയെ കാരണം എനിക്കും അങ്ങനെ തോന്നി. പിന്നെ നമുക്കൊരു കാര്യം അത് അറിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ സസ്പെൻഷൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല രീതിയിലുള്ള സസ്പെൻഷൻ അല്ലെങ്കിൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അറൗണ്ട് ഒരു 180 mm അടുത്തോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്ക് അത്യാവശ്യം കൊണ്ട് നമ്മുടെ ഇൻ്റർസെപ്റ്ററിനായിട്ട് ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോവയുടെ അപ്സൈഡ് ഡൗൺ ഫോക്സും അതുപോലെ തന്നെ സ്പ്രിംഗ് കോയിൽ സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള സംഭവം വന്നിട്ടുള്ള. അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ ഒരു കുഞ്ഞൊരു വോക്ക് അറൗണ്ട് വീഡിയോ. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈക്കിന് ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ ബൈക്കിനെ പ്രാന്തമായിട്ട് കരുതുന്ന ആൾക്കാർക്കും അണ്ടിൽ ദെൻ വൈബു സൈനിങ് ഓഫ്, ബൈ. പിന്നെ നമ്മൾ ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി കൂടി ഒന്ന് പറയുകയാണെങ്കിൽ, പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു 13.7 ലിറ്റേഴ്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ഏകദേശം മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 20-21 കിട്ടുമെന്ന് വിചാരിക്കണു. പിന്നെ ടോട്ടൽ നമ്മൾ സ്പീഡൊക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് 165 വരെ കയറുമെന്നാണ് പറയുന്നത് ഈ ഒരു ബൈക്ക്.